എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അതിനിടയ്ക്ക് ഒരു കൈൻഡ് ഓഫ് അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നു. അപ്പോൾ നമ്മളുടെ പ്രൊഫഷണൽ ഉപയോഗത്തിന് നല്ല അനിവാര്യമായതും എന്നാൽ അധികം റേറ്റ് വരാത്തതുമായ ഒരു മെഷീൻ, ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള മെഷീനാണ്. 8 വർഷത്തോളമായിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലെവൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് അത്ര പരിചിതമല്ല. ഈ അടുത്ത കാലത്ത് നമ്മളിലൂടെയാണ് എത്തിയത്. കൊണ്ടുപോയ ആളുകളൊക്കെ തന്നെ വളരെ നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഞാൻ ഇതിനു മുമ്പ് അതിനെ ടോട്ടൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു മെഷീൻ പ്രത്യേകം എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു വളരെ അഫോർഡബിളായ ഒരു സെറാമിക് പ്ലേറ്റ് മെഷീനാണത്. സെറാമിക് പ്ലേറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈറ്റാനിയം പ്ലേറ്റിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് സ്ലോയിലാണ് ചൂടാവുന്നതെങ്കിലും ഒരു 30 സെക്കൻഡിനുള്ളിൽ ഈ മെഷീൻ ഫുൾ ചൂടിലേക്ക് വരും. 2 ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. സെറാമിക് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് അയൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെയറിലുള്ള പോസിറ്റീവ് അയോൺസുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്നത് കൊണ്ട് ക്യൂട്ടിക്കിൾസ് വളരെ സ്മൂത്തായിട്ട് കാണുകയും മുടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ഞാൻ ഈ യൂട്യൂബ് ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, വളരെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ഭയങ്കര അൺബോക്സിങ്ങും സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞ് കാണിക്കണ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായിട്ടും പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ സെയിം കോൺഫിഗറേഷൻ പക്ഷേ 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് വീതി കൂടിയിട്ടുള്ളതും ഒന്ന് നോർമലും. ഇങ്ങനെ 2 ടൈപ്പിലാണ് വരുന്നത്. ഈ രണ്ടും ഞാനിവിടെ കാണിക്കും. അതിൻ്റെ പ്രത്യേകതകളും നമ്മളിവിടെ കാണിക്കും. അതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടച്ച് സ്ക്രീനാണ്. നമുക്കത് ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ ലോക്ക് ചെയ്യാനും ഒക്കെ ആ ഒരൊറ്റ ടച്ചിൽ കൂടി സിമ്പിളായിട്ട് നടക്കും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിനി ഈ പറയുന്ന മെഷീൻ കാണിക്കുന്നതിനൊപ്പം വരാം. കമ്പനിയുടെ പേര് ഹെക്ടർ എന്നാണ്. ഹെക്ടർ. ഓക്കെ, ഇതിൻ്റെ 2 മോഡലുണ്ട്. 2 മോഡലും ഞാനിനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണിക്കാം. വളരെ മനോഹരമായൊരു പാക്കിങ്, സാധനം ഒട്ടും ഡാമേജ് ആവാതെ വളരെ സേഫ്റ്റി ആയിട്ട്. കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്ന്, ലൈറ്റ് വെയ്റ്റ് ആണ്. അതിലുപരി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ വില എത്രയാണെന്നുള്ളതാണ്. വില ഞാൻ അവസാനം പറയാം, എന്തായാലും പറയാതെ പോവില്ല, വിത്ത് അതിൻ്റെ ഡിസ്കൗണ്ട്. ഇതിൻ്റെ മെയിൻ കാര്യം 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും മെഷീൻ. അതായത് നിങ്ങൾക്ക് ടെക്നിക്കലി എന്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി തന്നാൽ മതി. നമ്മളത് നോക്കിയിട്ട് അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ പുതിയ മെഷീൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ നമ്മൾ തരും. അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഓക്കെ, മറ്റൊന്ന്, പലരും കൊണ്ടുപോയിട്ട് പറയണ കേൾക്കാം, അയൺ മെഷീൻ ഞാൻ കൊണ്ടുപോയിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തൊക്കെ നേരെയായി, പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്തില്ല. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇൻ്റർനാഷണൽ കമ്പനി ബേബിലിസ് പോലെയുള്ള കമ്പനികൾ പോലും നമ്മളുടെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്താൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നൊരു കമ്പനിയും പറയുന്നില്ല. അത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം, നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ, ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഏത് മെഷീൻ വെച്ച് ചെയ്താലും മുടി സ്ട്രെയിറ്റ് ആവുക എന്നുള്ളൊരു കടമ മാത്രമാണ് ഏത് മെഷീനായാലും ചെയ്യാനുള്ളൂ. അത് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ആ മെഷീൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അത് ലോങ് ലാസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ മുടിയുടെ സ്വഭാവം, നമ്മുടെ ക്ലൈമറ്റ്, നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ അനുസരിച്ചിരിക്കും. മുടി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് മുടിയെന്നും ആ ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെയൊക്കെയാണെന്നും അത് എന്തുകൊണ്ടാണ് മുടിയുടെ നമ്മൾ ബോണ്ട്സ്, ഹൈഡ്രജൻ ബോണ്ടും സൾഫർ ബോണ്ടും ഡീസൾഫൈഡ് ബോണ്ട് എന്നും പറഞ്ഞ് 3 ബോണ്ടുണ്ട്, അതെങ്ങനെയൊക്കെയാണ് ക്ലിയർ ചെയ്യണമെന്നുള്ളൊരു വീഡിയോയൊക്കെ ഞാൻ വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ ഒരു മെഷീൻ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് പറയുന്ന ആളുകളുടെ ഒരു കമ്പനിയും ഞങ്ങളുടെ മെഷീൻ വെച്ചിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്താൽ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ക്ലെയിം ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. സെയിം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സെറാമിക്കിൻ്റെയാണ് പ്ലേറ്റ്, എല്ലാവരും വൈഡ്ലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറ്റ് ടോട്ടലി എല്ലായിടത്തേക്കിടെയും ഒരേപോലെ എത്തും. ഇത് ചൂടാവും, അതേപോലെ തന്നെ ചൂട് പെട്ടെന്ന് പോവുകയുമില്ല. ഇതാണ് സെറാമിക് പ്ലേറ്റിൻ്റെ മെയിൻ ഗുണങ്ങൾ. മെഷീൻ
ഹെക്ടർ യെല്ലോ കളർ മെറ്റലാണ്. നമ്മൾക്ക് ഏത് മെഷീനും ചൂടായി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് കൈ പിടിച്ചാലും ചൂടാവും. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് പിടിച്ചോ എത്ര നേരം വേണമെങ്കിലും പിടിച്ചോ ചൂടാവില്ല. അല്ലാതെ തന്നെ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്യാപ്പും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നേക്കുന്നത്. രണ്ടാമത്, ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ അയണിങ് മെഷീനും നമ്മൾ എടുക്കുന്ന ചിലപ്പോൾ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി കൂടിയും കുറഞ്ഞോ എന്തെങ്കിലും സംഭവങ്ങൾ വന്നാൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലേറ്റ് കണ്ടോ, ഇത് ഫ്ലോട്ടിംഗ് എന്നാണ് പറയുക, അതായത് അനങ്ങുന്നതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റബിൾ ആയിക്കൊള്ളും. ഫ്ലോട്ടിംഗ് ആണ്. അടുത്തത് ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്കുണ്ട്, അത് ലോക്കായിട്ടിരുന്നോളും, നിവർന്ന് പോരില്ല. നമുക്ക് സാധനം സേഫായിട്ടും ക്ലിയറായിട്ടൊക്കെ വയ്ക്കാൻ സാധിക്കും. അതുപോലെ അത് പ്രസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ലോക്ക് ഓണാവും. അത് വൈഡായി. അടുത്തത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ചാണ്. അത് ഞാനിപ്പോൾ ഇവിടെ കുത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ സാധനം കണ്ടോ, ഇത് സ്റ്റക്കായി നിൽക്കുന്ന പല മെഷീനും ഉണ്ട്. അതായത് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ മടങ്ങാനൊരു സാധനം. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ 360 ഡിഗ്രിയിൽ ഇതിങ്ങനെ കറങ്ങിക്കോളും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം നമുക്ക് ഇത് ചെയ്താലും ഡാമേജോ അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് ഷോർട്ട് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. അടുത്തത്, ഇത് ഒരു 30 സെക്കൻഡിനുള്ളിൽ 230 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാവും. ഈ മെഷീൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്റ്റൈൽ ചെയ്യാൻ അറിയുന്നവർക്കറിയാം, ഈ മെഷീൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കേള് ചെയ്യാൻ കൂടി സാധിക്കും. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ മാത്രമല്ല കേള് ചെയ്യാൻ കൂടി ഈസി ആയിട്ട് സാധിക്കും. ഇത്ര നല്ലൊരു, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മീറ്റർ ലെങ്ത്ത് വരുന്ന കേബിള്, നല്ല ക്വാളിറ്റിയുള്ള കേബിള് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ടച്ച് സ്ക്രീൻ എങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ മെഷീൻ വളരെ വെയിറ്റ് കുറവാണ്. ഞാനിപ്പോൾ പ്ലഗ് അവിടെ കുത്തി ഇത് ഓണായി. ഇനി ഇതിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചാർജ് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അടുത്തിപ്പോൾ കണ്ടോ, ഞാനിവിടെ ടച്ച് ചെയ്തപ്പോൾ ഇത് ഓണായി. ഇത് ഓണാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഓണാകുന്ന എംബ്ലം കണ്ടോ, ഓണായി. 230 ഡിഗ്രി. നമുക്കിത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. 230 ഇതാണ് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തി. കറക്റ്റ് ഇതിൽ സെറ്റ് ചെയ്തേക്കണ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ലോക്കാവും. ഇനി നമ്മൾ എങ്ങനെ കാണിച്ചാലും എന്ത് കാണിച്ചാലും ഒരു കാരണവശാലും ഇത് ചൂട് വിത്തിൻ 30 സെക്കൻഡ് 227 230 ഫിനിഷ് ആ ചൂടിലേക്ക് എത്തി കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ അത് ലോക്ക്ഡാണ്. ഇനി നമുക്ക് ഈ ലോക്ക് അഴിക്കണമെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ്സിൽ നിന്ന് കൈവച്ചിട്ട് താഴേക്ക് വലിച്ചാൽ അത് ഓപ്പൺ ആവും. തന്നെ വീണ്ടും ലോക്കായി. നമുക്കത് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ്സിൽ കൈവയ്ക്കുക, താഴെ മൈനസിലേക്ക് വലിക്കുക, സാധനം ഓപ്പൺ. ഒപ്പം ഇതിൻ്റെ ഞാനിത് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയാൽ മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് സ്വൈപ്പ് ചെയ്യുക, ദെൻ ആ സ്വിച്ചിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഓഫായി. ഏരിയയിൽ ഈ മെഷീൻ കണ്ടോ, വീതി കൂടുതലാണ് കണ്ടോ, വീതി കൂടുതലാണ്. സെയിം ടച്ച് സ്ക്രീൻ എല്ലാം ഉണ്ട്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സെറാമിക്കാണ്. സെയിം ഇതേപോലെ തന്നെ ലോക്ക് സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ ലോക്ക് രണ്ടിനും 2 ടൈപ്പ് ലോക്ക് ഉണ്ട്. ഒന്ന് ഫുള്ളി ക്ലോസ്ഡ്, പിന്നെ കുറച്ച് മാത്രമായിട്ട് തുറക്കണമെങ്കിൽ നമുക്ക് തുറക്കാം, പിന്നെ ഫുള്ള് വലുതാക്കണമെങ്കിൽ, ഇങ്ങനെ 3 രീതിയിൽ. വീതി കൂടുതൽ പലർക്കും സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ പ്ലേറ്റ് വീതി കൂടിയതാണെങ്കിൽ നമ്മുടെ വർക്കുകൾ സ്പീഡപ്പിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ കേൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി വെയിറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇത് വളരെ കുറവാണ്, ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. വേറെ വിലയുടെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി ഞാൻ ഇതിൻ്റെ ഏറ്റവും അവസാനം പറയാൻ പോകുന്നത് ഇതിൻ്റെ വിലയാണ്. ഇതിൻ്റെ MRP വന്നിട്ട് 4999. പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഇതൊന്ന് കാണിച്ചു,
4999. ഓക്കെ, ഇതിൽ 20% നിങ്ങൾക്ക് മിഡാസിൽ നിന്ന് ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തന്നാലും അതല്ല ഇനിയിപ്പോൾ ഇവിടെ വന്ന് മേടിച്ചാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 3990 രൂപയ്ക്ക് ഈ മെഷീൻ വിത്ത് 1 ഇയർ ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് കിട്ടും. ഈ രണ്ട് മെഷീനും ഒരേ MRP തന്നെയാണ്. കുറച്ച് വീതി കൂടുതലുള്ളത് കൊണ്ട് വില കൂടുന്നില്ല. രണ്ടും ഒരേ വില തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ സമീപിക്കാം. ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഓക്കെ. ഇക്കാലം ഞാനിങ്ങനെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ഇടുക. കൂടുതൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾക്കിത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പരിചയപ്പെടുന്ന പരിപാടി നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യാം. പലർക്കും എന്നെ അറിയാവുന്നവർ തന്നെ ഇത് കാണണമെന്നുള്ള എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത്ര ഫ്രീ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പിന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് റീറ്റെയിലുള്ള കുറേ ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷെ അവരുടെ മെയിൻ വില കുറഞ്ഞ അയണിങ് മെഷീൻ വേണമെന്നുള്ളതാണ്. പലരും ഈ അൺബോക്സിങ് അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ഫിലിപ്സ് പോലെയുള്ള കുറേ കമ്പനികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ നല്ല പ്രോഡക്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തും. ടോർലൻ ഇതേപോലെ തന്നെ 240 യൂണിവേഴ്സൽ വോൾട്ട്, അതുപോലെ തന്നെ സെറാമിക് പ്ലേറ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ. ഇതെല്ലാം ഈ പറയുന്ന 2.5 മീറ്റർ 300 ഷിവിൽ കോഡ് ഇതേപോലെ തന്നെ കറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും കോഡ്. ഇതിൻ്റെ MRP വരുന്നത് വെറും 2200 രൂപയാണ്. ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത് മെയിൻലി റീറ്റെയിൽ കസ്റ്റമേഴ്സ് കുറേ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറയാണ്, റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഈ പറയുന്ന 2200 MRP ഉണ്ട്. പക്ഷേ നമ്മൾ മിഡാസിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1750 രൂപയ്ക്ക് 1750 രൂപയ്ക്ക് വിത്ത് 1 ഇയർ ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഈ മെഷീൻ കിട്ടും. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടുതൽ വേറൊരു കാര്യം കൂടെ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞുതരാം. പലരും പറയുന്ന ഒരു കാര്യം, ഈ മെഷീൻ കൊണ്ടുപോയിട്ട് പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മെഷീൻ എങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യാമെന്നുള്ളത്. പലരും ഈ മെഷീൻ ഞാൻ ഇഷ്ടമായിട്ട് തവണ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ ഈ കേബിൾ ഇങ്ങനെ എടുത്തിട്ട് ഒരിക്കലും ഇങ്ങനെ മടക്കി വയ്ക്കില്ല. നേരെ ഇതിങ്ങനെ എടുക്കും, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി പലരും ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ കേബിൾ ഇങ്ങനെ ഇട്ട് ചുറ്റി വയ്ക്കും. മെഷീൻ കംപ്ലൈൻറ്റ് ഇവിടെ ഷോർട്ട് ആവാനുള്ള മെയിൻ കാരണം ഈ കേബിളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ഒരു മെയിൻ കാരണമാണ്. അടുത്തത്, പലരും നമ്മൾ ഈ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹെന്ന കോട്ടഡ് മുടിയുടെ മുകളിൽ ഇതേപോലെ തന്നെയുള്ള മെഷീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ അതിൻ്റെ മുകളിൽ ഈ ഹെന്ന അതുപോലെയുള്ള കെമിക്കൽസൊക്കെ കൂടിയിട്ട് അതിങ്ങനെ ക്ലോഗ് അടിഞ്ഞുകൂടാൻ തുടങ്ങും. പക്ഷേ നമ്മളതൊരിക്കലും ക്ലീൻ ചെയ്യില്ല. ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് പലരും ഇതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഇങ്ങനെ ഇതായിട്ട്, കാരണം ഇതിൻ്റെ മുകളിലൊരു കോട്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹീറ്റ് നമ്മുടെ ഹെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരസെറ്റമോൾ ഉണ്ടാവും. പാരസെറ്റമോൾ നമ്മുടെ ഗുളികയല്ലേ, ഇത് നന്നായിട്ട് ചൂടാക്കുക. പാരസെറ്റമോൾ ഗുളിക എടുത്തിട്ട് ചൂടായിരിക്കുന്ന ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലുള്ള ആ അടിഞ്ഞു കൂടിയിരിക്കുന്ന സബ്സ്റ്റൻസ് എല്ലാം ക്ലിയറായി നല്ല പുത്തൻ മെഷീൻ പോലെ കിട്ടും. നന്നായിട്ട് ഇതായി കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ക്രീം ഇട്ട പോലെ വരും. എന്നിട്ട് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇട്ട് തുടച്ചെടുത്താൽ മതി. സൂപ്പറായിട്ട് മെഷീൻ ലോങ് ലാസ്റ്റ് ചെയ്യും. കുറച്ച് നമ്മുടെ മെഷീനൊക്കെ ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ, ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടാതെ ഞാൻ കുറേ ടെക്നിക്കൽ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കണ്ട് പലർക്കും മടുത്തിട്ടുണ്ടാവും. മീൻസ് താല്പര്യക്കുറവ് അത് തന്നെ ആയതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ പ്രൊഫഷണൽ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇത് ഇഷ്ടമായി അറിയിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.